Magic Oven powered by Crust and Crumb-ലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു മധുരമാണ് ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. മധുരം എന്ന് പറയുമ്പോൾ പലതരം മധുരം നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര സ്വീറ്റായിട്ടുള്ള പേസ്ട്രീസ് ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ അതായത് ഒരുപാട് അലങ്കാരങ്ങളോടുകൂടിയുള്ള പേസ്ട്രീസ്, അതല്ലെങ്കിൽ നമ്മളുടെ നാടൻ പലഹാരങ്ങളാകാം, അല്ലേ? ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആകാമല്ലോ, ബേക്കറി ഐറ്റംസ്. പക്ഷെ നമ്മൾ ഒരു കേക്കാണ് തയ്യാറാക്കുന്നത്. കേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കേക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ് ബ്രൗണീസ്. ബ്രൗണീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിനെ പെടുത്താം, എങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട് ടെക്സ്ചറിലും അതിൻ്റെ മേക്കിങ്ങിലും, അതുണ്ടാക്കുന്ന രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ബ്രൗണീസ് മൈദ മാവ് 1 കപ്പ്, പഞ്ചസാര 1.5 കപ്പ്, വെണ്ണ 200 ഗ്രാം, വൈറ്റ് ചോക്ലേറ്റ് 100 ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുത്തത്, മുട്ട 4 എണ്ണം, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് നുറുക്കിയത് 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മൾക്കിനി വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണീസ് തയ്യാറാക്കാം. ഉരുക്കി വെച്ചിരിക്കുന്ന വെണ്ണ വൈറ്റ് ചോക്ലേറ്റ് മിശ്രിതം, ഇനി ഇതിലേക്ക് മുട്ട 4 മുട്ട ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച്, വെള്ളയും മഞ്ഞയും വേർപെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചുരുക്കം പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് എങ്ങനെ ഒരു ബ്രൗണീസ് തയ്യാറാക്കാം. വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണീസ്. 2ാമത്തെ മുട്ട, പിന്നെ 3ാമത്തെ മുട്ട, ആൻഡ് 4ാമത്തെ ലാസ്റ്റ് മുട്ടയും കൂടി, അവസാനത്തെ 4ാമത്തെ മുട്ടയും കൂടി നമ്മൾ ചേർക്കും. ഇനി നമ്മളൊന്ന് നന്നായിട്ട് യോജിപ്പിക്കും. അപ്പോൾ ബ്രൗണി ഏകദേശം ഒരു 40 മിനിറ്റ് സമയം കൊണ്ട് റെഡിയായി കഴിഞ്ഞു. 180 ഡിഗ്രി 180 ഡിഗ്രി ചൂടിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരല്പസമയം തണുക്കാനായിട്ട് കൊടുത്തു, തണുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ പൊങ്ങി പലതും പല അൺഈവൻ ഷേപ്പിൽ, അല്ലെങ്കിൽ ഒരു അങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. പക്ഷേ അത് കഴിഞ്ഞാൽ, അത് ആവശ്യത്തിന് ബേക്കായി കഴിഞ്ഞാൽ നമ്മളത് തീ ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് അവൻ ഓഫ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ മാറ്റി ഒരല്പസമയം തണുക്കാൻ വയ്ക്കുമ്പോൾ അതെല്ലാം ലെവലായിട്ട് താഴേക്ക് പോരും. ഈ മോൾഡ് ഞാൻ പറ്റുന്നൊരു ട്രേയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എളുപ്പമാണ് എനിക്ക് കാര്യങ്ങൾ. കറക്റ്റ് കട്ട് ചെയ്ത ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റും. ഇനി അടുത്തതായി ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നാടൻ വിഭവമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് രാവിലെയും ഉണ്ടാക്കി കഴിക്കാം. എന്തായാലും ഇത് ഒരു എന്താ പറയുക, കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ പലഹാരമല്ലേ. അപ്പോൾ ഇതൊരു കൊഴുക്കട്ടയാണ്, പക്ഷേ ഇത് സാധാരണ കൊഴുക്കട്ടയല്ല. കൊഴുക്കട്ട ഒരു ഫ്രൈഡ് കൊഴുക്കട്ടയാണ്. ഇളക്കാം. ഇപ്പം ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് പദം വരുത്താം. യെസ്. ഇനി വേറൊന്നും ചെയ്യണില്ല. ഇതിൽ നിന്നും ചെറിയ ഉരുളകളാണ് നമ്മൾ ഉരുട്ടാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞു കൊഴുക്കട്ടാസ്, ഏതാണ്ട് ഒരു കാടമുട്ടയുടെ സൈസിലുള്ള കൊഴുക്കട്ടയാണ് ഉരുട്ടിയെടുക്കേണ്ടത്. അത് മതി, അതാണ് അതിൻ്റെ സ്വാദ്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഉരുട്ടിയിടാം. കുറച്ച് ചെറുതായിട്ടൊന്ന് പിച്ചിയെടുക്കുക. എണ്ണ ചൂടായി. ഇനി കടുക് 1 ടീസ്പൂൺ കടുകെല്ലാം ഒന്ന് പൊട്ടട്ടെ നന്നായിട്ട്. ഇനി ഇതിൽ ആവശ്യാനുസരണം കറിവേപ്പില,
ഇനി ഇതിലേക്ക് ചതച്ച മസാല. വറ്റൽമുളക് 10 മുതൽ 15 വരെ ആകാം. ഞാൻ 10 എടുത്തിരിക്കുന്നത്. 15 വരെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ മുളകെല്ലാം പാകത്തിന് മൂത്ത് തുടങ്ങി. ഇപ്പോൾ ഒരു പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട, ചെറിയ കാടമുട്ട പോലത്തെ കൊഴുക്കട്ട, ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. മസാലയൊക്കെ നന്നായിട്ട് കൊഴുക്കട്ടയിൽ പിടിക്കട്ടെ. പൊതിഞ്ഞിരിക്കുന്നൊരു പാകം.